LDF മുന്നണിയിൽ വരാനിരിക്കുന്ന വലിയ വിള്ളലിന്റെ സൂചനകളാണ് നമ്മൾ കുറച്ചു നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ അഹങ്കാരവും CPM എന്ന പാർട്ടിയുടെ ധിക്കാരപരമായ പ്രവൃത്തികളും കാരണം ഇടതുമുന്നണി എന്ന കപ്പൽ പകുതി മുക്കാലും മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അതിന് ഉദാഹരണം മാത്രമാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള കനത്ത തോൽവി നേരിട്ടാൽ LDF മുന്നണിയുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇപ്പോൾ നേരിട്ട തോൽവിക്ക് പിന്നാലെ മുന്നണിക്കുള്ളിൽ മാത്രമായി പുകഞ്ഞുകൊണ്ടിരുന്ന തർക്കങ്ങൾ ഇപ്പോൾ തെരുവിലേക്കും ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ എന്നാണ് മുഖ്യന്റെ പരിഹാസം. എന്തിനായിരുന്നു ഈ പ്രസ്താവന? വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം ഔദ്യോഗിക കാറിൽ കയറ്റി യാത്ര ചെയ്തതിനെ ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു. മതേതരത്വം പറയുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് വർഗീയത പറയുന്ന ഒരാൾക്ക് ഇത്രയും വലിയ പ്രോട്ടോകോൾ ലംഘനം നടത്തി സൗകര്യമൊരുക്കിയത് എന്ന് ചോദിച്ചാൽ അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും തന്നെ ആരും തിരുത്താൻ നോക്കണ്ടെന്നുമാണ്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: ഭരണമുന്നണിയിൽ ഒരു ജനാധിപത്യവുമില്ല, ഏകാധിപത്യം മാത്രമാണ് നിലനിൽക്കുന്നത്. കൂടാതെ പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രമായി അധികാരം ചുരുങ്ങിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി നേരിട്ടപ്പോൾ LDF മുന്നണി ഒന്നടങ്കം വിരൽ ചൂണ്ടിയത് മുഖ്യന്റെ നേർക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടുന്നതും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും. എന്നിട്ടും ഇനിയും തുടർഭരണം ലഭിച്ചാൽ വീണ്ടും പിണറായി തന്നെ മുന്നിൽ നിൽക്കട്ടെ എന്ന് പറയുന്നതിന് പൊരുൾ മനസ്സിലാവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് CPM ഇതുവരെ വ്യക്തമാക്കുന്നുമില്ല. മിക്കവാറും ഇതെല്ലാം മുഖ്യൻ എന്ന ഏകാധിപതിയുടെ തീരുമാനമായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഏകാധിപത്യം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരങ്ങൾ പൊങ്ങി വന്നത്. ഈ ഭരണവിരുദ്ധതയും മുഖ്യമന്ത്രിയുടെ ശൈലിയും ന്യൂനപക്ഷങ്ങൾ മുന്നണിയിൽ നിന്നും അകന്നതുമാണ് തോൽവിക്ക് കാരണമെന്ന് CPI ആരോപിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. എന്നാൽ തന്റെ തെറ്റുകൾ ഒരിക്കലും നമ്മുടെ മുഖ്യൻ സമ്മതിച്ചു തരില്ല. CPIയുടെ സംഘടനാ ദൗർബല്യമാണ് പരാജയത്തിന് കാരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ആരാവണം മുഖ്യമന്ത്രി എന്ന വോട്ടിംഗ് നടത്തിയാൽ CPI എന്ന പാർട്ടിയും LDF എന്ന മുന്നണിയും പിണറായി വിജയനെ തൂത്തെറിയും.